എല്ലാ സുഹൃത്തുക്കളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ഭക്തിയെക്കുറിച്ചാണ്. എന്താണ് ഭക്തി? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഭക്തി, നാരദ ഭക്തി സൂത്രത്തിൽ പറയുന്നത് സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ എന്നാണ്. സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യലാണ് ഭക്തി എന്നാണ്. സ്വസ്വരൂപം, നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിനാണ് നമ്മൾ ബ്രഹ്മതത്വം എന്ന് പറയുന്നത്. അതിന് നമ്മൾ പരമാത്മാവ് എന്നൊക്കെ വിവക്ഷിക്കാറുണ്ട്. ആ പരമാത്മാവിൻ്റെ ഭാഗമായ ജീവാത്മസ്വരൂപങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം നമ്മൾ നമ്മുടെ തന്നെ നിജതത്വമായ ആ പരമാത്മസ്വരൂപത്തിലേക്ക് ചേരുവാനുള്ള അദമ്യമായ ആ അഭിവാഞ്ചയാണ് ഭക്തിക്ക് ആധാരം എന്നാണ് നാരദമുനി പറയുന്നത്. അപ്പോൾ പ്രഹ്ലാദൻ തന്നെ നമ്മളൊരാൾ ഭക്തനാണെങ്കിൽ എങ്ങനെ ഭക്തി പ്രകടിപ്പിക്കാൻ കഴിയും, എന്താണ് ഭക്തിയുടെ ലക്ഷണം എന്ന് പ്രഹ്ലാദൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇങ്ങനെ 9 വിധത്തിലുള്ള ലക്ഷണങ്ങളാണ് ഭക്തിക്കുള്ളത്. അതുകൊണ്ട് ഒന്ന് ശ്രവണം, ഈശ്വരകാര്യങ്ങൾ എന്നും കേൾക്കണം. പരമാവധി ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുക. കേൾക്കുന്നതിന് തന്നെ 3 കാര്യങ്ങളാണ്. 1 ശ്രവണം, 1 ശ്രദ്ധ, 2 ശ്രവണം, 3 മനനം. അതുപോലെ തന്നെയാണ് ഇത് 3 ആദ്യം ശരിക്ക് ശ്രദ്ധിക്കണം, അതുപോലെ നന്നായി കേൾക്കണം, അതുപോലെ ഈ കേട്ട കാര്യം മനനം ചെയ്യണം, അതിൽ ശരിയേത് തെറ്റേത് അത് തിരിച്ചറിയണം, ശരിയെ ഉറപ്പിക്കാൻ കഴിയണം. ഇങ്ങനെയാണ് കേൾക്കേണ്ടത്. അതിനുശേഷമാണ് കീർത്തനം, ഭഗവാനെ നിത്യേന കീർത്തിക്കാൻ കഴിയുക. അതുപോലെ കീർത്തനം, വിഷ്ണുസ്മരണം, ഭഗവാന്റെ ആ രൂപത്തെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുക. പാദസേവനം, ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ എന്നും ദാസ്യഭാവേന പൂജിക്കാൻ കഴിയുക. അങ്ങനെ അർച്ചനം, വന്ദനം, ദാസ്യം, എപ്പോഴും ഭഗവാന്റെ ദാസനാണ്. നാരദമുനി തന്നെ പറഞ്ഞിട്ടുണ്ട്, ത്വൽ ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ തൻ ഭൃത്യനെന്നിവനെ എണ്ണുക ലോകനാഥ. അങ്ങയുടെ ഭൃത്യനായിട്ടടിയനെ കണ്ട, ഭൃത്യൻ്റെ ഭൃത്യനായിട്ട് കണ്ടാൽ മതി ഭഗവാനെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ഭഗവാനുമായി ഒരു ഉടമ്പടി തന്നെ നമുക്കുണ്ടാവണം. ഒടുവിൽ ആത്മനിവേദനം, തൻ്റെ ആ ജീവാത്മസ്വരൂപത്തെ ഭഗവാങ്കൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുക. ഇതല്ലേ യഥാർത്ഥത്തിൽ ഭക്തിയുടെ ലക്ഷണം. ഇങ്ങനെ ഭക്തരായിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് പരിശീലനം തന്നെ വേണം നിത്യേന. ഇതെല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവണം. എല്ലാവർക്കും നമസ്തേ.